മതിപ്പ് അവരുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി ജാതിയെ സാമ്പത്തികമായിട്ടും മറ്റും ജാതിയെ തളർത്തുക, ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ പുറത്തിറങ്ങി സംസാരിക്കുന്നത്. ആദരണീയനായ അസ്കർ അലി ഉസ്താദിനും ജാമ്യ മാനേജിനെ പറ്റി നടപടിക്ക് വിധേയമാക്കിയത് അത് മാത്രമല്ല പ്രശ്നം. അത് മുന്നിൽ നിർത്തിക്കൊണ്ട് അതൊരു വഴിയാക്കിക്കൊണ്ട് ഇവരെ ജാമ്യയാണ് ഇവരടിച്ചമർത്തുന്നത്. നേരത്തെ ഇവർ മാഫി സംവിധാനത്തെ അടിച്ചമർത്തി ഏറെക്കുറെ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുപോലെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയില്ല. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, സമ്മേളനം തുടങ്ങിയിട്ടില്ല, അതിൻ്റെ മുന്നേ തന്നെ പടച്ചോന് കള്ളി വെളിച്ചത്താക്കി. എന്താണ് സമ്മേളനത്തിൻ്റെ പ്രമേയം എന്നും ആരൊക്കെയാണ് ഇത് സംഘടിപ്പിക്കണമെന്നും ആകെപ്പോടെ ഒരു പുകട്ട് മൂടിയതുപോലെ. ഇപ്പോൾ അത് കറക്റ്റായി. കാരണം സമസ്തക്കെതിരെയാണ് യുദ്ധം. വാഫി സംവിധാനത്തെ അടിച്ചൊതുക്കിയ സമസ്ത ജാമ്യനെയും അടിച്ചൊതുക്കാൻ പോകുന്നു എന്നതാണ് പ്രമേയം. അതുകൊണ്ട് സമസ്തക്കെതിരെ പട നയിക്കുക, ഇതാണ് ഇവരുടെ ഉള്ളിലിരിപ്പ്. ഇത് ആദ്യമേ നമ്മൾ പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് ഇവരുടെ സമ്മേളനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് സ്വാഗത സംഘത്തിൽ നിന്ന് ലീക്കായ വീഡിയോ, ലീക്കായി എന്ന് പറയാൻ പറ്റൂല, ഈ ചെങ്ങായി അന്തല്ലാതെ അതുകൊണ്ടായി ഗ്രൂപ്പിലിട്ട്. വീഡിയോ എടുക്കുന്ന ആളെ കണ്ടില്ല നിങ്ങൾ അവസാനം? ഇങ്ങനെ ഒരു അന്തല്ലാത്ത ടീമിനെ ലോകത്ത് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. പരിപാടി നടന്നാൽ ഉള്ള പൊല്ലാപ്പ് അത് വേറെ പറയാനില്ല. അതിൻ്റെ മുന്നേ തന്നെ തുടങ്ങിയിരിക്കണം. തങ്ങളെ KPS തങ്ങളെ ഒന്ന് പുറത്ത് വിടല്ലേ, സ്വസംഘം കൂടി എന്ന് വിചാരിച്ചിരിക്കുക നല്ലത് എന്നല്ലാതെ ഇത് കുഴപ്പമില്ല. തോറും വല പറ്റി ചർച്ചനോട് ചെയ്യാൻ പാടില്ലായിരുന്നു. പുറത്തിടല്ലേ, ദയവേത് ഡിലീറ്റ് ചെയ്യും. തങ്ങളെ പെട്ടെന്ന് ഡിലീറ്റ് ആയിക്കളി. പെട്ടെന്ന് ഡിലീറ്റ് ആക്കിയില്ലെങ്കിലേ എല്ലാവരും കാണും. അത് നോക്കണം നിങ്ങളെ ഈ കൗമിൻ്റെ അവസ്ഥ. വീഡിയോ എടുക്കണ ചെങ്ങായിക്ക് തീരെ അന്തല്ല. അതൊക്കെയാണ് സ്വാഗത സംഘം. പിന്നെ അതിൽ ഓരോരുത്തരും നോക്കിയാൽ മതി നിങ്ങൾ. പക്കാ സ്വഹാബികൾ. അതിൽ 1-2 ആൾക്കാർ അറിയാതെ പെട്ടു വയ്ക്കണം. അത് നിർബന്ധ സാഹചര്യത്തിൽ പെട്ടതാന്ന് തോന്നുന്നു. എന്തായാലും സ്വഹാബികൾ ഒരൊറ്റ ഫ്രെയിമിൽ, അതിൽ കുറച്ച് പ്രാദേശികമായ ലീഗിൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ സമ്മേളനമാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും സമസ്തക്കാർ പൈതൃക സമ്മേളനം ജാമ്യയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ അറിയാതെ പോകുമോ എന്നുള്ള ആശങ്ക ഉണ്ടേനി. ഇനി അതുണ്ടാവില്ല. കാരണം പടച്ചോൻ തന്നെ ജനങ്ങൾക്കത് വ്യക്തമായി കൊടുത്തു. സമ്മേളനം ആരാ നടത്തുന്നത്? രാഷ്ട്രീയക്കാർ. ആർക്കെതിരെയാണ് സമ്മേളനം? അതിൻ്റെ പ്രമേയവും പറഞ്ഞു കഴിഞ്ഞു. സമസ്തക്കെതിരെ, വാഫി സംവിധാനം അടിച്ചമർത്തിയ സമസ്തക്കെതിരെയാണ് സമ്മേളനം. അപ്പോൾ ജാമ്യൻ്റെ ഫണ്ടിങ്ങിനെ നിർത്താനാണ്. ജാമ്യക്ക് വരുന്ന ഫണ്ടിങ്ങിനൊക്കെ ഒതുക്കാൻ. അപ്പോൾ ജാമ്യക്ക് കാര്യമായിട്ട് ഫണ്ടിൽ കുറവ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അതുണ്ടാവും, ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയാലേ ഫണ്ടൊക്കെ കുറയും. അത് ജാമ്യക്ക് മാത്രമല്ല, പല കേന്ദ്രങ്ങളിലും കുറയുന്നുണ്ട്. ഇനി ഇത് വീഡിയോ ഈ പ്രസംഗിക്കുന്ന ആളാരറിയോ? ജമിയത്തുൽ മുദരിസീൻ്റെ ജില്ലാ നേതാവാണ്. സമസ്ത കേരള ജമിയത്തുൽ മുദരിസീൻ്റെ ജില്ലാ നേതാവാണ് സമസ്തക്കെതിരെ പറയണത്. ഓൻ്റെ മുദരിസുമാരെ വലിയ വലിയ ആലിമീങ്ങൾ മുദരിസുമാരായിട്ടുള്ളൊരു ജമിയത്താണത്. ഇയാളെ കീഴിലൊക്കെ പോയി ഇരുന്നൊടുക്കാൻ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പണിക്ക് പോയിക്കൂടെ? ഇയാളൊക്കെ എപ്പോൾ പിടിച്ച് പുറത്തിടണം. സമസ്തക്കെതിരെ പട നയിക്കാൻ ഒരു സമ്മേളനം സംഘടിപ്പിക്കുക, അതും സമസ്തയുടെ കോളേജായ ജാമിയ നൂരിയ അറബി കോളേജിൽ. എന്തായാലും നിങ്ങളൊക്കെ പടച്ച റബ്ബ് കുന്നിക്ക് പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയുന്ന കാലം അതിവിദൂരമല്ല എന്ന് നമ്മൾ വിചാരിക്കണം. മാത്രമല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ കൃത്യമായ വിഷയത്തിലൊക്കെ ഇടപെട്ടിട്ട് കൃത്യമായൊരു തീരുമാനം എടുക്കുക. അതിനൊക്കെയുള്ള വഴികളായിട്ട് നമ്മളിതിന് കാണണം. കാരണം പ്രത്യേകിച്ച് പെട്ടെന്ന് നോർമലി ഒരവസ്ഥയിൽ ജാമ്യയിൽ നടക്കുന്ന ഈ തോന്നിവാസങ്ങൾക്കെതിരെ ഒരു
മുന്നേറ്റം നടത്തുക, മൂവ്മെൻറ്റ് നടത്തുക എന്നുള്ളത് സമസ്തക്ക് നോർമൽ അവസ്ഥയിൽ സാധ്യമാവില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇവരെ കൊണ്ട് തന്നെ പടച്ചവൻ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കി വിഷയം അതിൻ്റെ മെറിറ്റിലേക്ക് വന്നാൽ, സമസ്ത മുശാവറത് ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബൈലോയിലേക്കും നിയമങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഇതിൻ്റെ വിവരം അറിയാം. അപ്പോൾ അതുവരെ കൊണ്ടെത്തിക്കാൻ ഈ ജാഹിലീങ്ങൾ ഇവർ തന്നെ മതി, വേറെ ആരും പുറത്തുനിന്ന് പണിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ പടച്ച റബ്ബിൻ്റെ ഓരോ കളികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ അവൻ നിയന്ത്രിക്കുന്നുണ്ടല്ലോ, അതാണ് നമ്മളെ വിശ്വാസം. അപ്പോൾ മഹത്തായൊരു സ്ഥാപനം, ആ സ്ഥാപനം ഒരിക്കലും തോന്നിവാസികൾക്ക് കയറി മേയാനുള്ള ഒരു ഇടമാക്കൂല പടച്ചോൻ എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സമ്മേളനം തുടങ്ങിയിട്ടില്ല, അതിൻ്റെ മുന്നുള്ള അവസ്ഥയുള്ളത്. ഇനി നമുക്ക് ഓരോ ദിവസങ്ങളിൽ ബാക്കി കാണാം. അസ്സലാമു അലൈക്കും.